ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. സരസ്വതി അമ്മ രാജുവിൻ്റെ വീട്ടിലെ എല്ലാവരോടും കൂടി പറയുവാണ്, പ്രത്യേകിച്ച് രാധമ്മയെ നോക്കി, ഋതിക മോൾ എന്തിനെങ്കിലും ഇവിടെ കരഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ ഹൃദയം എടുത്ത് ഞാൻ രാജുവിനെ ഏൽപ്പിക്കുന്നതായിട്ട് കരുതിയാൽ മതി. പ്രിയയ്ക്കും രാജുവിനും വേണുവേട്ടനും എന്തിന് രാധമ്മയ്ക്ക് പോലും മനസ്സിലായി ഈ അമ്മാമ്മയ്ക്ക് എത്രയധികം സ്നേഹമാണ് ഋതികയോടെന്ന്. ഈ ഋതിക ഒന്ന് കരഞ്ഞാൽ, ഇവിടെ നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഋതിക ഒന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? രാജു ഓട്ടക്കണ്ണിട്ട് രാധമ്മയെ നോക്കുന്നുണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥമെല്ലാം മനസ്സിലായോ എന്നുള്ള ഭാവത്തിലാണ് നോക്കുന്നത്. അപ്പൂന് ശരിക്കും മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ചേച്ചി ഇതൊക്കെ നമ്മളോട് പറയാത്തതാ. ചേച്ചിയുടെ മനസ്സ് മുഴുക്ക സങ്കടമാണ്. എന്നാലിത് അറിഞ്ഞിട്ടേ ഉള്ളൂ കാര്യം എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പു ഋതികയെ പിടിച്ച് വലിച്ച് വേറൊരു ഭാഗത്തോട്ട് കൊണ്ട് നിർത്തിയിട്ട് പറയുന്നു, ചേച്ചി എന്നോട് പറ, എന്താ മോളെ ചേച്ചി എന്തിനാ വിഷമിക്കുന്നത്? എൻ്റെ ചേച്ചി ഇവിടെ ആരാ വിഷമിപ്പിക്കുന്നത്? രാജുവേട്ടനാണോ? അയ്യോ മോളെ എന്തൊക്കെയാ പറയുന്നത്? എനിക്കിവിടെ ഒരു പ്രശ്നവുമില്ല. ചേച്ചി കള്ളം പറയരുത്. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് മോളെ. ഒരു പ്രശ്നവുമില്ല. ഇവിടെ എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ്. ചേച്ചി മുഖത്ത് നോക്കി കള്ളം പറയാനും പഠിച്ചോ? അയ്യോ അങ്ങനെയല്ല അപ്പൂന് തോന്നുന്നതാ. ഇവിടെ എനിക്കൊരു പ്രശ്നമില്ല. വേണ്ട ചേച്ചി, ഇനി ഇതിൽ കൂടുതൽ കള്ളം എൻ്റെ ചേച്ചി പറയണ്ട. എനിക്കത് കാണാനുള്ള ശക്തിയില്ല. എന്തായാലും ചേച്ചി പറയാതെ ഞാനിത് വല്യച്ഛനോടും മുത്തശ്ശിയോടും ഒന്നും പറയില്ല എന്ന് പറയുമ്പോൾ ഋതികയ്ക്കൊരു സമാധാനമായി. ഋതിക കരഞ്ഞുകൊണ്ടിങ്ങനെ അപ്പൂൻ്റെ കൈക്ക് പിടിക്കുന്നുണ്ട്. അപ്പൂന് മനസ്സിലായി അവിടെ എന്തോ വലിയ പ്രശ്നം ഋതികയെ അലട്ടുന്നുണ്ടെന്ന്. അല്ല മോളെ, വെക്കേഷനൊക്കെ കഴിഞ്ഞ് മോക്കപ്പോൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോകണ്ടേ? അതേ ചേച്ചി, ഞാൻ ഇന്ന് പോകുന്നുണ്ട്. ഒരുപിടി നല്ല ഓർമ്മകളുമായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഹോസ്റ്റലിലോട്ട് പോകുന്നത്. തൻ്റെ അനുജത്തിക്കുട്ടിക്ക് തന്നെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് ഋതിക അപ്പൂനെ കെട്ടിപ്പിടിച്ചങ്ങ് ഉമ്മ കൊടുക്കുവാണ്. സരസ്വതി അമ്മയും മേനുവേട്ടനും കൂടെ പുറത്ത് അവരുടെ കാറിൻ്റെ അടുത്ത് പോയി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. രാജുവും രാധമ്മയും പ്രിയയും ജയനും കൊച്ചമ്മണിയും എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. എന്തായിരിക്കും അവർ തങ്ങളിൽ പറയുന്നത്? അതൊന്നും അറിയാഞ്ഞിട്ട് കൊച്ചമ്മണിക്ക് പറ്റുന്നതുമില്ല. അപ്പോഴങ്ങോട്ട് ഋതികയും അപ്പൂടെ വരുവാണ്. അമ്മാമ്മേ എന്നും പറഞ്ഞ് പിന്നെയും ഋതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. സരസ്വതി അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഋതിക മോളെ പിരിഞ്ഞിരിക്കാൻ. സരസ്വതി അമ്മയുടെ മനസ്സിലും എന്തോ ഒരു ഡൗട്ട് ഇല്ലാതില്ല. എന്നാൽ പിന്നെ ഞങ്ങളിനി അങ്ങോട്ട് ഇറങ്ങട്ടെ മോളെ എന്നും പറഞ്ഞ് സരസ്വതി അമ്മയും അപ്പവും യാത്ര പറഞ്ഞു പോവുകയാണ്. വേണുവേട്ടൻ വളരെ സന്തോഷത്തോടെ കൈ കൂപ്പി നിന്ന് സരസ്വതി അമ്മയെ യാത്രയക്കുവാണ്. അങ്ങനെ സരസ്വതി അമ്മയെ അപ്പൂനെ യാത്രയാക്കിയിട്ട് ഋതികയും രാജുവും ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ വേണുവേട്ടൻ, മോളെ ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വലിയൊരു മനസ്സാണ് എൻ്റെ മോക്ക്. വേണുവേട്ടൻ സങ്കടപ്പെട്ട് ഇങ്ങനെ പറയുവാണ്, ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകേണ്ടത്, അതെല്ലാം എൻ്റെ പൊന്നുമോൾ ഒഴിവാക്കി വിട്ടില്ലേ? ഇതൊക്കെ രാധമ്മയും പ്രിയയും ജയനും കൊച്ചമണിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് നന്ദിയുണ്ട് മോളെ. എൻ്റെ മോടെ മുന്നിൽ ഞങ്ങളൊക്കെ എത്ര അല്പരാ. ഒരിക്കൽ കൂടി നന്ദി മോളെ എന്ന് സങ്കടപ്പെട്ട് വേണുവേട്ടൻ 2 കൈയുമെടുത്ത് തൊഴുതിട്ടാണ് ഋതിയോട് പറയുന്നത്. ഇതൊക്കെ ആ പിശാച് പിടിച്ചിരിക്കുന്ന രാധമ്മയും കാണുന്നുണ്ട്. അത് കണ്ടെങ്കിലും ഋതിക ആരാണെന്നും ഋതികയുടെ വില എന്താണെന്നും മനസ്സിലാക്കാതെ രാധമ്മ ഇങ്ങനെ മസിലും പിടിച്ചോണ്ട് അവിടെ നിൽക്കുക. പ്രതാപവർമ്മയുടെ വീട്ടിൽ പ്രതാപൻ എന്തോ മുഖ്യമായ കാര്യങ്ങൾ മൊബൈലിൽ നോക്കുന്നു. ശേഖരനടുത്തിരുന്ന് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ നോക്കുന്നു. അംബിക മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ശേഖരൻ കാണുന്നുമുണ്ട്. വരുന്നുണ്ടല്ലോ മാരണം. ഇന്നെന്താ ഇവരുടെ കൂടെ വേതാളമില്ലേ? ചേച്ചിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിക്രമാദിത്യൻ്റെ പുറത്തിരിക്കുന്ന വേതാളത്തെ പോലാണ് ദീപക്ക് എപ്പോഴും ഇവരുടെ കൂടിങ്ങനെ നടക്കുന്നത്. എന്ത് പറ്റിയവന്? ഇന്ന് എവിടെ പോയതാ എന്നൊക്കെ ഇങ്ങനെ അംബിക വരുന്നതെന്ന് നോക്കി ശേഖരൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പ്രതാപൻ ചോദിക്കുന്നു, ഇനി എപ്പോഴാ ശേഖര നീ നെല്ലിയാമ്പതിക്ക് പോകുന്നത്? അടുത്ത ആഴ്ച പോകണമെന്ന് വിചാരിക്കുക ചേട്ടാ. അപ്പോഴത്തേക്കും അംബിക അങ്ങോട്ട് വന്ന് ഒരു ചെയർ വലിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുക. പ്രതാപൻ ചോദിക്കുന്നു, ദീപക്ക് എഴുന്നേറ്റില്ല ചേച്ചി? ഇല്ല പ്രതാപ. അല്ല ചേച്ചി, അവനിങ്ങനെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ കറങ്ങി നടന്നാലോ? എന്തെങ്കിലും ബിസിനസ്സോ മറ്റോ ചെയ്യാൻ ചേച്ചി. അതിന് നിങ്ങൾ അമ്മാവന്മാരല്ലേ, നിങ്ങൾ പറഞ്ഞു കൊടുക്കവന്. അത് കേട്ടിട്ട് ശേഖരൻ പറയും, പിന്നെ ഞങ്ങൾ പറഞ്ഞാലും അങ്ങോട്ട് കേൾക്കുന്ന ഒരു മുതലല്ലേ. ആദ്യം അവൻ ഈ അമ്പലക്കാളെ പോലെ കറങ്ങി നടക്കുന്നതേ അതൊന്ന് അവസാനിപ്പിക്കാൻ നോക്ക്. അംബിക ദേഷ്യത്തോടെ ശേഖരനെ നോക്കുക. പ്രതാപൻ ചോദിക്കുന്നു, ശേഖര നിനക്കവനെ നെല്ലിയാമ്പതി കൊണ്ടുപോയി നിർത്തിക്കൂടെ? വലിയ ഉത്തരവാദിത്തമുള്ള പണികളൊന്നും ഏൽപ്പിക്കണ്ട ചേട്ടാ. ഞാൻ പല പ്രാവശ്യം അവനോട് പറഞ്ഞതാ. അപ്പോഴവൻ എന്താ എന്നോട് പറഞ്ഞോന്നറിയോ? അവനെ അട്ടകടി കൊള്ളാൻ പറ്റില്ലെന്ന്. ശേഖരൻ പറഞ്ഞത് കേട്ടിട്ട് പ്രതാപൻ അംബികയൊന്ന് നോക്കിയിട്ട് പറയാ, അട്ടകടി അവൻ കൊള്ളണ്ട, പക്ഷെ അവൻ അട്ടയാകാതിരുന്നാൽ മതി.
രാവിലെ വലിയ പ്രതീക്ഷയോടെ ആർക്കോ പാരപണിയാനായിട്ട് വന്നതായിരുന്നു അംബിക. എന്ത് ചെയ്യാനാ, ആങ്ങളമാർ രണ്ടുപേരും ഇങ്ങോട്ട് അമ്പ് പോലെ കൊടുത്തു വിടുവാണല്ലോ ഇവക്ക്. അംബിക അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ദാണ്ട യാമിനി ചായയും കൊണ്ട് വരുന്നത്. പ്രതാപൻ യാമിനിയോട് ചോദിക്കുന്നത്, യാമിനി, അമ്മ അമ്പലത്തിൽ പോയതെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്താ ഇത്രയും താമസിക്കുന്നത്? അതേ ചേട്ടാ, അമ്പലത്തിൽ പോയിരിക്കുക. അതേ പോണാട്ട് അമ്പലത്തിലാണ് പോയിരിക്കുന്നത്. അപ്പൂവിനെയും കൂട്ടിയാണ് അമ്മ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സരസ്വതി അമ്മയുടെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ദേണ്ട പ്രതാപേട്ട, അവർ വന്നല്ലോ എന്ന് പറയുന്നുണ്ട് യാമിനി. അപ്പോഴത്തേക്കും സരസ്വതി അമ്മയും അപ്പുവും അങ്ങോട്ട് എത്തി. സരസ്വതി അമ്മ വന്നിട്ട് പറയുന്നു, ഞാൻ എൻ്റെ അപ്പുവിനെ കുറിച്ച് നല്ല ഡ്രസ്സുകൾ എടുക്കണമെന്ന് വിചാരിച്ചാൽ പോയത്, പക്ഷേ അവിടെ നല്ല കടകളൊന്നും കണ്ടില്ല. ഇത് വല്ലോ അംബികയ്ക്ക് സഹിക്കുമോ? അംബിക അവിടെ നിന്നുണ്ട് മനസ്സിൽ പുറൂർക്കുക. ഇപ്പോഴീ കിളവിക്ക് അപ്പൂവിനോടാ പുന്നാര. മെറ്റേവളങ്ങ് ഒരു പോക്ക് പോയല്ലോ. പിന്നെ പ്രതാപ, ഞാൻ പോണാട്ടമ്പലത്തിൽ മാത്രമല്ല പോയത്, ആ കൂട്ടത്തിൽ ഞാൻ ഋതുമോളെയും കൂടെ കാണാൻ പോയി. യാമിനി സന്തോഷത്തോടെ ചോദിക്കുന്നു, എന്നിട്ട് ഋതുമോൾ എന്തു പറഞ്ഞമ്മേ? ഋതുമോൾ എങ്ങനെ ഇരിക്കുന്നു? അവൾക്കവിടെ സന്തോഷം തന്നെ. മോള് നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പവും വരില്ലമ്മേ. ആ വീട് നമുക്ക് അന്യ വീടൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പ്രതാപനും പറയുന്നുണ്ട്. പക്ഷെ അപ്പു മനസ്സിൽ പറയുന്നുണ്ട്, ചേച്ചിക്ക് അവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട്. ചേച്ചി അത് മറയ്ക്കാൻ ശ്രമിച്ചാലും പക്ഷേ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ഇവിടെ പറയണോ? ഓ, അല്ലെങ്കിൽ വേണ്ട. സരസ്വതിയമ്മ പറയുക, ഞാൻ ഇന്നലെ ഒരു ദുസ്വപ്നം കണ്ടു, എൻ്റെ ഋതുമോള് കരയുന്നതായിട്ട്. അതാ ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ട് മോളെ കാണാൻ പോയത്. ദൈവം അനുഗ്രഹിച്ച് എൻ്റെ പൊന്നുമോക്ക് അവിടെ പരമസുഖമാണ്. അമ്പിക മനസ്സിൽ ഓരോന്നങ്ങോട്ട് കുറിച്ചിടുവാണ്. അവിടെ ആ പരമസുഖം ഞാൻ ഇപ്പം ശരിയാക്കി കൊടുക്കാം. അവനെ അവളെയും തകർക്കാനുള്ള മിസൈലുകൾ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. പ്രതാപൻ വളരെ സങ്കടത്തോടെ പറയുവാണ്, എനിക്ക് ഒരേ ഒരു കുറ്റബോധമേ ഉള്ളമ്മേ. ഒരച്ഛൻ്റെ സ്നേഹം എനിക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിലെനിക്ക് നല്ല സങ്കടമുണ്ട്. അമ്പിയെ ഇങ്ങനെ നോക്കുവാണ് അതിശയത്തോടെ. ആഹാ മഹാഭാവി, നിനക്കപ്പം മനസ്സിൽ ഇവളോട് സ്നേഹം ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു ഭാവത്തിലാണ് അവിടെ നോട്ടം. എന്തോ എൻ്റെ മനസ്സും സാഹചര്യമൊക്കെ അങ്ങനെ അങ്ങ് ആയിപ്പോയമ്മേ. ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയപ്പോഴേക്കും അവൾ മറ്റൊരാൾക്ക് സ്വന്തമായി. പക്ഷേ എന്നാലും ഞാനിപ്പോൾ ഭാഗ്യവാനമ്മേ. എനിക്കിപ്പോൾ 2 മക്കളല്ലേ ഉള്ളത്, രാജുവും ഋതികയും. എനിക്കിനി അത് പോരെ അമ്മേ എന്നിങ്ങനെ പറയുമ്പം ശേഖരൻ യാമിനിയെ നോക്കുന്നുണ്ട്. യാമിനിയുടെ അപ്പോഴത്തെ ആ മുഖഭാവം ഒന്ന് കാണാൻ, ഇവൻ എന്തുവായി പറയുന്നത്? അപ്പോൾ രാജുവിനെ ഇവനങ്ങ് ദത്തെടുത്തോ എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്ന ആ നോട്ടം ശേഖരൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. എടാ മോനെ പ്രതാപ, നിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഇപ്പം ഞാൻ തകർത്ത് തരിപ്പണമാക്കൂടാ എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് അംബിക അവിടെ നിൽക്കുന്നുണ്ട്. വേണുവേട്ടൻ ഒരു കുടയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക റോഡിൽ. മനസ്സിൽ പറയുന്നുണ്ട്, വീട്ടിലൊരു സമാധാനവും ഇല്ല, സ്വസ്ഥതയും ഇല്ല. രാധമ്മയോട് പിണങ്ങിയതിന് ശേഷം മനസ്സും വല്ലാണ്ടായി. അപ്പോൾ വേണുവേട്ടൻ്റെ ഫോണിലോട്ട് പത്മാവതിയുടെ ഫോൺ കോൾ വരുന്നുണ്ട്. പത്മാവതി മാഡം ആണല്ലോ, ഋതികമ്മോടെ കാര്യം ചോദിക്കാനായിരിക്കുമല്ലോ. ഈശ്വര, ഞാൻ എന്താ പറയേണ്ടത് എന്നും പറഞ്ഞ് വേണുവേട്ടൻ ഫോൺ എടുക്കുക. വേണുവേട്ട, ഞാനാ പത്മയാ. ആ മാഡം ഇപ്പോൾ എവിടുന്നാണ് വിളിക്കുന്നത്? ഡാൻസ് സ്കൂളിൽ നിന്നാണോ? അല്ല വേണുവേട്ട, പിന്നെ എന്തുണ്ട് മാഡം വിശേഷം? എനിക്ക് പ്രത്യേക വിശേഷം ഒന്നുമില്ല. ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനല്ലേ വേണുവേട്ട വിളിച്ചത്. അവിടെ എൻ്റെ മോൾ എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ മോൾക്ക് സുഖം തന്നെയാണ്, മോൾ സുഖമായിട്ടിരിക്കുക എന്ന് വേണുവേട്ടൻ കള്ളം പറയുന്നുണ്ട്. പിന്നെ ഇവിടെ വേറെ ഒരു സന്തോഷകാര്യം ഉണ്ടായി. അതെന്തോ വേണുവേട്ട? ഇന്ന് രാവിലെ സരസ്വതി മാഡവും ശേഖരൻ സാറിൻ്റെ മോൾ അപ്പവും കൂടെ വീട്ടിൽ വന്നിരുന്നു. അതൊരു സന്തോഷ വാർത്തയാണല്ലോ വേണുവേട്ട. അമ്മ കൂടെ ഇല്ലെങ്കിലും എൻ്റെ മോക്ക് അമ്മമ്മ കൂടെ ഉണ്ടല്ലോ. മാഡത്തിന് മോളെ കാണാൻ ഇനിയും സമയമായിട്ടില്ലേ? എനിക്ക് എൻ്റെ മോളെ കാണണം വേണുവേട്ട. ഒരമ്മയ്ക്ക് തൻ്റെ മോളെ കാണാനുള്ള ആഗ്രഹം അതെന്താണെന്ന് ഞാൻ വേണുവേട്ടനോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എൻ്റെ മോളുടെ അടുത്ത് വരുമ്പോൾ ഞാനാണ് അവളുടെ അമ്മയെന്ന് അവൾ തിരിച്ചറിഞ്ഞിരിക്കണം. പക്ഷേ അതിന് കുറച്ചുകൂടെ കാലതാമസം ഉണ്ട് വേണുവേട്ട. കാറും കോളും ഒക്കെ നടങ്ങിയിട്ട് മതി മേഡം, അങ്ങനെ ഉള്ളു വേണുവേട്ട. എന്നാലും വേണുവേട്ടൻ മോളുടെ കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കണേ. ഓ, അറിയിക്കാം മേഡം എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുവാണ്. പ്രതാപൻ എന്തൊക്കെയോ ഫയലുകളൊക്കെ ഇങ്ങനെ നോക്കുവാണ്. യാമിനി പ്രതാപന് ചായയും കൊണ്ട് വരുമ്പോൾ ആ സമയത്ത് രാജു അങ്ങോട്ട് വരുവാണ്. ആഹാ രാജു, ഞാൻ നിന്നെ നോക്കിയിരിക്കുമായിരുന്നു. എന്താ മേഡം, ഋതികമ്മയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ? സുഖമായിട്ടിരിക്കുന്നു മേഡം എന്ന് രാജുവും പറയുന്നുണ്ട്. പ്രതാപൻ അപ്പം രാജുവിനോട് പറഞ്ഞു, രാജു, നമുക്ക് പ്രധാനപ്പെട്ട നടപ്പിലാക്കേണ്ടത് ദാണ്ട് ഈ ഫയലിലെ കാര്യങ്ങളാണ്. ഈ ഫയൽ എനിക്ക് ഒന്നുകൂടി ഒന്ന് പഠിക്കാനുണ്ട്. സാറ് ലാപ്ടോപ്പ് വിതരണത്തിൻ്റെ കാര്യമാണോ പറയുന്നത്? ആ സമയത്ത് അംബിക മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ അവൾ അവിടെ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട് അവർ പറയുന്നത് എന്തുവാണെന്ന്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞാൻ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണിത്. അന്ന് ചില കൂട്ടുകക്ഷികൾ എനിക്കെതിരെ നിന്നതുകൊണ്ട് അന്നിതെനിക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല.
പക്ഷേ ഇത്തവണ ഞാനത് പാസ്സാക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുക. രാജു പറയുന്നത്, സാറേ അതായത് സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ് കൊടുക്കുന്ന പദ്ധതിയല്ലേ? അത് കേൾക്കുമ്പോൾ അംബിക ഞെട്ടുവാണ് അവിടെ നിന്ന്. എല്ലാ സ്റ്റുഡൻസിനും ഇല്ല രാജു, 8th സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. ഏത് കമ്പനിയുടെ ലാപ്ടോപ്പാണ് സാറേ നമ്മൾ വിതരണത്തിനായിട്ട് എടുത്തിരിക്കുന്നത്? എടാ പൊട്ടൻ രാജു, നീ ഇതൊക്കെ ഇപ്പം ചോദിക്കണോ? അംബിക താൻ്റെ അവിടെ ഒളിഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ? അത് ഏത് കമ്പനിയുടേതാണെന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല രാജു. കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ 10 കൊല്ലത്തേക്കെങ്കിലും ഒരു കംപ്ലൈൻറ്റും വരാതിരിക്കാൻ നോക്കണം. ഈ ന്യൂസ് അറിഞ്ഞ് പല കമ്പനികളുടെ ഓഫേഴ്സ് വരുന്നുണ്ട്. വിതരണം ഇനി ആർക്ക് കൊടുക്കണമെന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. സാറേ ഇലക്ട്രോണിക് ഉപകരണമാണ്, ഗ്യാരൻറ്റിയും വാരൻറ്റിയും ഉള്ളതേ നമ്മൾ തിരഞ്ഞെടുക്കാവുള്ളൂ. നമുക്കൊരിക്കലും ചതി പറ്റരുത്. അതാ രാജു ഞാൻ നിന്നോടുകൂടി ആലോചിക്കാൻ പറഞ്ഞത്. ഇത് അംബിക കേൾക്കുന്നുണ്ട്. ഇപ്പം ശരിയാക്കി തരാവടാ 2 പേർക്കും എന്നവളങ്ങനെ പ്ലാൻ ഇടുന്നുണ്ട്. ഈ ലാപ്ടോപ്പ് വിതരണം കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കുന്നവന് കൊയ്ത്തുകാലമാണല്ലോ. ലാപ്ടോപ്പ് വിതരണത്തിൻ്റെ മേൽനോട്ടം ദീപക്കിന് കിട്ടിയിരുന്നെങ്കിലോ? ഞാൻ ഈ കാര്യമൊന്ന് പറഞ്ഞു നോക്കിയാൽ പ്രതാപൻ ഇനി അത് അംഗീകരിക്കുമോ? ഇനി എങ്ങനെ പ്രതാപനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ പറ്റും എന്നുള്ള കുറുക്ക് വഴി ആലോചിച്ചുകൊണ്ട് അംബിക അവിടെ നിൽക്കുവാണ്. ഇത് നമ്മുടെ കമ്പനിക്ക് കിട്ടിയ വലിയൊരു അടിയായിപ്പോലും. ഈ ലാപ്റ്റിൻ്റെ കാര്യമാണോ സാറ് പറയുന്നത്? ഒരു ഓഫീസിൽ അങ്ങനെ 2 പേരിരുന്ന് വർത്തമാനം പറയുവാണ്. ഈ മോഡലിന് വലിയ കംപ്ലൈൻറ്റാണ്. ഈ ഒരൊറ്റ എണ്ണം മാർക്കറ്റിൽ വിറ്റഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. കംപ്ലൈൻ്റ് ആണെന്നുള്ള ന്യൂസും ഫ്ലാഷായി കഴിഞ്ഞു. ഇത് കമ്പനിക്ക് വലിയ നഷ്ടമായി പോയല്ലോ. 10,000 സിസ്റ്റമാണ് നമ്മുടെ ഗോഡൗണിൽ കെട്ടിക്കിടക്കുന്നത്. ഇത് മൊത്തം വിറ്റഴിക്കാൻ മറ്റൊരു ഐഡിയ ഉണ്ട് എന്നൊക്കെയാണ് കൂടിയിരിക്കുന്നവൻ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ്, എങ്ങനെ പ്രാക്ടിക്കലാവുമെന്ന് പറയാൻ പറ്റില്ല. താൻ എന്തായാലും ഐഡിയ എന്താണെന്ന് വെച്ചാൽ പറ. പ്രാക്ടിക്കലാകാൻ പറ്റുമോ ഇല്ലെന്ന് പിന്നെ നമുക്ക് ആലോചിക്കാം. അപ്പോഴവിടുത്തെ ഒരു സ്റ്റാഫ് ജ്യൂസും കൊണ്ട് പുറത്തു നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനൊരു വഴി പറയാം എന്നും പറഞ്ഞ് അകത്തോട്ട് കയറി വരുവാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ പറയുന്നതൊക്കെ താൻ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു സാറേ. നിങ്ങൾ പറയുന്ന കേട്ടിട്ട് ഈ കമ്പ്യൂട്ടറുകളൊക്കെ എനിക്ക് ബിസിനസ് ചെയ്താൻ കഴിയുമെന്ന് തോന്നുന്നു. അതായത് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് മന്ത്രി പ്രതാപ് വർമ്മ സാറിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അളിയനാണ്. പക്ഷേ ഈ കമ്പ്യൂട്ടറെല്ലാം വിറ്റഴിച്ചാൽ അയാൾക്കും എനിക്കും ഈ ഇടനിലയ്ക്കുന്ന ഞങ്ങൾക്ക് എന്താ പ്രയോജനം? എടോ താൻ എന്തൊരു മണ്ടത്തരമാടോ പറയുന്നത്? ഇത് മുഴുവൻ വിറ്റ് കഴിഞ്ഞാലേ കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ കിട്ടും. നിങ്ങൾ പറഞ്ഞ സത്യമാണല്ലോ, കിട്ടുമല്ലോ. എങ്കിൽ ഈ പരിപാടി വർക്കൗട്ടാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഇത് വർക്കൗട്ടാവും സാറേ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഒറ്റാലി കിടന്നതുമില്ല, തെക്കൂന്ന് വന്നതുമില്ല, എല്ലാം പോയല്ലോ എന്ന് വിഷമിച്ചിങ്ങനെ നമ്മുടെ ജയൻ നിൽക്കുവാണ്. എന്തെങ്കിലും തരികിട പരിപാടി കാണിച്ച് ആരെയെങ്കിലും ഒന്ന് കമഴ്ത്തി 10 കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഒരുത്തനും വന്ന് വീഴുന്നതുമില്ലല്ലോ. നല്ല ബെസ്റ്റ് ടൈം. ജയൻ അങ്ങനെ ചിന്തിച്ചതും ദാണ്ട് അവൻ്റെ ഫോൺ അടിക്കുന്നു. സുശീലനാണല്ലോ വിളിക്കുന്നത്. എടാ എന്താടാ സുശീല? എടാ ജയ, നമുക്കൊരു കോള് വന്നിട്ടുണ്ട്. നീ ഒന്നാഞ്ഞ് ശ്രമിച്ചാൽ നമുക്ക് 2 പേർക്ക് കോടീശ്വരന്മാരാകാടാ. കോടീശ്വരനോ? എടാ എങ്ങനെങ്കിലും ഒന്ന് കോടീശ്വരനാകാൻ വേണ്ടി ഞാൻ ഒരുത്തനെ തട്ടണമെങ്കിലും തട്ടാം. നീ കാര്യം പറയടാ. എടാ ജയ, ഞാനിവിടെ റോയൽ ഇലക്ട്രോണിക്സിലെ ഒരു സ്റ്റാഫായിട്ട് കയറിയ വിവരം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. എന്താടാ സുശീല, എനിക്ക് പറ്റിയ വേക്കൻസി വല്ലതും അവിടെ ഉണ്ടോടാ? എടാ വേക്കൻസി ഒന്നും അല്ലടാ, ഇത് അതുക്കും മേലെ. എടാ എങ്കിൽ വേഗം ഒന്ന് പറയടാ. എടാ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി സെയിലിന് വാങ്ങിയ ലാപ്ടോപ്പ് ജീനിയസ്, ആ മോഡൽ ലാപ്ടോപ്പെല്ലാം കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അത് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഗോഡൗണിൽ കുന്നുകൂടി കിടക്കുക. എടാ സുശീല, ഞാനതിനെന്ത് ചെയ്യാനാടാ? എടാ മന്ത്രി പ്രതാപ് വർമ്മ പുതിയൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്കെല്ലാം ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി. എടാ സുശീല, നീ ഇപ്പോഴും എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലടാ. എടാ കാര്യം മെച്ചപ്പെട്ട ഒരു തരികടപ്പണി തന്നെ. മന്ത്രിയുടെ പദ്ധതി ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഈ ലാപ്ടോപ്പുകളെല്ലാം വിറ്റഴിക്കണം. അതിൻ്റെ കമ്മീഷനായിട്ടേ നമുക്ക് കോടികളാടാ വരാൻ പോകുന്നത്. എടാ സുശീല, അതെങ്ങനെയാണെന്ന് പറയടാ. ആ കിട്ടുന്ന കമ്മീഷൻ നമുക്ക് 2 പേർക്കും 50-50. ഞാൻ 2 പേരെ നിൻ്റെ അടുത്തോട്ട് വിടും. അതിലൊരാൾ ഈ കമ്പനിയുടെ മാനേജരും മറ്റേയാൾ സെയിൽസ് എക്സിക്യൂട്ടീവാണ്. അവർ നിന്നോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയും. പ്രതാപ് വർമ്മ സാറിൻ്റെ PA രാജു നിൻ്റെ അളിയനും നീ അതിൻ്റെ അസിസ്റ്റൻറ്റും ആണെന്നും പറഞ്ഞ് അവരെ കയ്യിലെടുക്കണം. അവർക്കത് വിശ്വാസമാകുന്ന പോലുള്ള സെറ്റപ്പുകളൊക്കെ നീ ഉണ്ടാക്കിക്കോണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ സുശീലൻ അങ്ങനെ ജയന് പറഞ്ഞു കൊടുക്കുന്നു. ജയൻ അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറയാം, തൽക്കാലത്തേക്ക് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാം. പ്രേതബാധയേറ്റതാണോ അഹങ്കാരം തലയ്ക്ക് പിടിച്ചതാണോ എന്താണെന്നറിയില്ല. രാധമ്മ ഇങ്ങനെ വലിയ ഗമയിൽ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുവാണ്. പാവം നമ്മുടെ ഋതിക വീണ്ടും സങ്കടത്തോടെ ചെന്ന് രാധമ്മേ എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് അവൾ ദേഷ്യത്തോടെ അങ്ങ് തിരിഞ്ഞു നിൽക്കുവാണ്.
എന്താ രാധമ്മേ, എന്നോട് ഇത്രയ്ക്ക് വെറുപ്പാണോ? സ്നേഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ നീ ഇവിടെ ചെയ്തത്. രാധമ്മേ, കല്യാണത്തിന് മുമ്പ് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനും രാജുവും തമ്മിൽ കല്യാണം കഴിക്കുന്നത് രാധമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ രാജുവിനെ കല്യാണം കഴിക്കുന്നത് രാധമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴേ രാധമ്മ കയറിപ്പറയാ, അപ്പോൾ കല്യാണം കഴിക്കാൻ കഴുത്ത് നീട്ടി കൊടുക്കില്ലായിരുന്നു അല്ലേ? പ്രിയ ഇതെല്ലാം കേട്ടോണ്ട് അടുത്ത് നിൽക്കുവാണ്. നീ അതല്ലേ ഇപ്പം പറഞ്ഞുകൊണ്ട് വന്നേ എന്ന് രാധമ്മ അഹങ്കാരത്തോടെ ചോദിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാധമ്മയുടെ അഹങ്കാരം ഉടനെ തന്നെ തീരും. ഇത്രയൊക്കെ അഹങ്കാരമായാൽ അതിനെന്തായാലും ഒരു പ്രതിമരുന്ന് കൊടുത്തല്ല പറ്റത്തുള്ളൂ. ആ മരുന്ന് ഇനി ആരാണോ കൊടുക്കുന്നത്? സരസ്വതി അമ്മയാണോ, പ്രതാപവർമ്മയാണോ, അതോ പത്മാവതിയാണോ, അതോ രാജുവാണോ, അതുമല്ലെങ്കിൽ നമ്മുടെ വേണുവേട്ടൻ തന്നെയാണോ കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.